മനുഷ്യ ശരീരത്തിലെ അതിസങ്കീർണമായ അവയവം കണ്ണ്. കണ്ണിൻ്റെ കാണാക്കാഴ്ചകളുമായി ഓഗസ്റ്റ് 8 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് നേർരേഖ എത്തുന്നു. രാത്രിയിൽ മൊബൈൽ നോക്കിക്കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ കണ്ണ് കോങ്കണ്ണ്. ഇത് പറയുന്നത് കഴിഞ്ഞ അവധിക്കാലത്ത് മാത്രം 4 കുട്ടികളുടെ കോങ്കണ്ണ് സർജറി നടത്തിയ ഡോക്ടർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഞാൻ കാണുന്നത് ഇവരിൽ പലരിലും പെട്ടെന്ന് കോങ്കണ്ണ് വരും. ചില കുട്ടികളൊക്കെ രാത്രി കിടന്നിട്ട് ഒരു മണിക്കൂർ നോക്കി കിടന്ന് അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ കോങ്കണ്ണ് വന്ന എത്രയോ കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ കേസിന് ഞാൻ സർജറി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു പ്രശ്നം പറ്റിയത് 2 പാരൻസും മിക്കയിടത്തും വർക്കിംഗ് ആണ്. സ്വാഭാവികമായിട്ടും ഗ്രാൻഡ് പാരൻസിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മക്കളെ നോക്കാനൊക്കെ. മക്കൾ ഓടിക്കളിക്കുക, അവരെ സേഫ് ആക്കി ഇരുത്താൻ എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ പുറത്താണ് പലപ്പോഴും ഇത് അവരെ കയ്യിലെത്തുന്നത്. നമ്മുടെ പൊന്നോമനകളുടെ മൊബൈൽ ഉപയോഗം അവരെ എത്തിക്കുന്നത് കോങ്കണ്ണിലേക്ക്. ലക്ഷണം കാണിക്കാത്ത ഗ്ലോക്കോമ പിടിപെട്ടാൽ പൂർണ്ണ അന്ധതയിലേക്ക്. പേഷ്യൻ്റ് ഈ കാഴ്ച ഫുള്ളായിട്ട് പോകുന്നത് വരെ ഈ ഗ്ലോക്കോമ നമ്മുടെ കണ്ണിലുണ്ട് എന്നും അറിയൂല, ഒന്നും അറിയൂല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വിളിക്കുന്നത് സൈലന്റ് തീഫ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഒരു ശബ്ദവും ബഹളമൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ കാഴ്ചയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു തിമിരം പേഷ്യൻ്റ് അറിഞ്ഞിരിക്കുന്നു. ഗ്ലോക്കോമ അറിയില്ല, പരിശോധിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. കണ്ണിനെ അറിയാൻ, കണ്ണിൻ്റെ കഥയറിയാൻ. ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഉണ്ട്. കണ്ണിൻ്റെ റെറ്റിനല് നീര് കയറി വരുന്നത് ഉറക്കമില്ലാത്തത്. മിനിമം 7 മണിക്കൂറാണ് ഞാൻ പറയാറ്. പക്ഷേ 7 മണിക്കൂർ പറയുമ്പോൾ എല്ലാ ദിവസവും ഒരേ നേരം ഉറങ്ങണം. ഇതാണ് ഒന്ന്. കണ്ണിൻ്റെ ഞരമ്പ് സംബന്ധിച്ച് നോക്കുമ്പോൾ നീര് കയറും, ടയേർഡ്നെസ്, കണ്ണിൻ്റെ ലിഡിൻ്റെ അവിടെയൊക്കെ ടയേർഡ്നെസ് വരും, വേദന വരും, ഹെഡേക്ക് വരും, ഡ്രൈനെസ്, കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഡ്രൈനെസ് വരും. എന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുകൊണ്ടിരിക്കും. കാണുക നേർരേഖ.